എനിക്ക് ഞാൻ ഇഷ്ടമില്ല. എനിക്ക് കാനഡ ഭയങ്കര ഇഷ്ടമുള്ള രാജ്യമാണ്, മനസ്സുകൊണ്ട്. പക്ഷെ ഇവിടുത്തെ കുറെ കാര്യങ്ങളൊക്കെ ദേഷ്യമാണ്. ഇഷ്ടം മാത്രം പറഞ്ഞാൽ പോരല്ലോ. ടാക്സ് ഒന്ന് ഭയങ്കര ദേഷ്യമുണ്ട്. രണ്ട് സേഫ്റ്റിന്റെ കാര്യത്തിൽ ദേഷ്യമുണ്ട്. സേഫ്റ്റി നമ്മൾ എവിടെ വെക്കുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം. അതാണ് ഈ നമ്മൾ ഈ കർമ്മന്മാരെ കാണുമ്പോൾ ഒന്നിങ്ങനെ നോക്കിക്കണത്. അല്ലാതെ ഓരാണ് ഈ ക്രൈമിൽ കൂടുതലും തോന്നുന്നത് കർമ്മന്മാര്. അല്ലാതെ അവരോട് കളറിനോടുള്ള ഒരു ജീവനല്ല നമുക്ക് ആർക്കും തരാൻ പറ്റുമോ? പകരോ ഒരു തോക്കെടുത്ത് ഒരു വെടിയും വെച്ചു തരും. മരിച്ചോ മരിച്ച്. പിന്നെ ഇവിടുത്തെ നമ്മള് അടിണ്ടാക്കിയത് കർമ്മന്മാരാണോ? പിന്നെ കർമ്മന്മാരായി പോകും. അതെല്ലാം കണക്ക് തന്നെയാ, ഒരു ഫിറ്റ് എല്ലാം കണക്ക് തന്നെയാ. മനസ്സിലായ? ഒരു ഇംഗ്ലീഷ് മൂവിയിലുള്ള വലുവണ്ണി ഇവിടെ ഉണ്ടാവുക. അല്ല നമ്മുടെ മൂവിയല്ലേ കാണല്ലോ. അങ്ങനത്തെ കാലത്ത് എനിക്ക് ഭയങ്കര ദേഷ്യമാണ്. വെച്ചാൽ പിന്നെ ഒന്നാമത് എന്താ പറയുക, ഈ സേഫ്റ്റി, ഈ ടാക്സ്, പിന്നെ ഒരു ജനങ്ങൾക്കൊരു സേഫ്റ്റി കൊടുക്കൂല. ഗൾഫ് രാജ്യങ്ങളിലെല്ലാം ഒരു ജനങ്ങൾക്ക് നല്ല സേഫ്റ്റി കൊടുക്കും അടുത്ത ഭരണം. നമ്മളെ നാട്ടിലും അത്ര ഇല്ല. ഗൾഫിൽ പ്രത്യേകിച്ച് എല്ലാം കൊടുക്കും. അതായത് ഒരു റോഡ് മുന്നേ അടിപൊടി ഉണ്ടാക്കി ഒരുത്തന്നെ മേലെ ചോര വന്നു കഴിഞ്ഞാൽ ന്യായം നോക്കൂല. ചോര വന്നോ മറ്റവൻ്റെ പിടിച്ച്. മനസ്സിലായോ? കുറേ നിയമത്തിന് പേടിയിലുള്ളാണ്ട്, ശിക്ഷയൊക്കെ പേടിയിലുണ്ടാണ് ക്രൈം കുറയുന്നത്. അതായത് ഏത് മനുഷ്യനും ഉള്ളിൻ്റെ ഉള്ളിൽ കുറച്ച് പേടിയൊക്കെ ഉണ്ടാവുമല്ലോ. ജയിലിൽ അടക്കും, പിന്നെ അല്ലെങ്കിൽ പുറം കാണാൻ അപ്പോൾ തല വെട്ടും എന്നൊക്കെ പറഞ്ഞാൽ ഖത്തറില് മൊത്തത്തിൽ ഇവിടെയാ എന്ത് ലോക്ക് ചെയ്യാ, ജയിലില് ആക്കുക. അങ്ങനെ അതൊക്കെ ഇവിടെ എനിക്ക് ഭയങ്കര ഇത് തന്നെയാണ്. അതായത് ഒരു ദേഷ്യം പോലെ തന്നെയാണ്. ഉള്ളവരുടെ പറയണം. പക്ഷേ കുറച്ച് കാര്യത്തിൽ എനിക്ക് ഇഷ്ടം. അതായത് ഒരു ഗൾഫിൽ പോയ ഒരാൾക്കൊരു എൻ്റെ ഗൾഫിൽ പോയ ഒരാൾക്ക് നാട്ടിൽ നിന്ന് ഒരു വിലയും കാര്യം ഉണ്ടാവില്ല. ഗൾഫിലാണെന്നറിയാം. മനസ്സിലായി? എല്ലാവരും പോകുന്ന സ്ഥലം. ആർക്കും പോവാം, പഠിക്കാൻ വേണ്ട, പഠിക്കാത്തവരും പോവാ, എന്തുപോലത്തുള്ളവർക്കും പോവാം. അതൊരു നോർമലായിട്ടുള്ളൊരു പോവല. പണ്ട് ഗൾഫിൽ പോകുന്നവന് ഒരു വിലയും കാര്യമൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ അതെ, ഇപ്പൊ നിലവില് കാനഡയില യു കെയിലൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം പവർ ഉണ്ട്. പോയി ഇനി അടുത്ത കാനഡയിൽ ഇങ്ങനെ കുറെ അപ്രൂവൽ ആയി കഴിഞ്ഞാൽ അതും അതിന്റെ വില പോകും. പിന്നെ ഞാൻ പണ്ട് മനസ്സുകൊണ്ട് ആഗ്രഹിച്ച കുറെ കാര്യങ്ങളുണ്ട്. ഒന്ന് കാനഡയിൽ ജോലി ചെയ്യണം, രണ്ട് US ജോലി ചെയ്യണം. ഓരോരുത്തർക്ക് ഓരോ ലൈഫിൽ ഒരു ഡ്രീം ഉണ്ടാവുമല്ലോ. അപ്പൊ ആ ഡ്രീം പെട്ടതാ അത്. എന്റെ ജോലി ചെയ്യണം കാനഡയിൽ ആമസോൺ ജോലിയല്ല, കാനഡയിൽ എൻ്റെ ഫീൽഡ് ജോലി, പോർട്ട് ജോലി. പിന്നെ അതേപോലെ US എൻ്റെ പോർട്ട് ജോലി, നല്ലൊരു പോസ്റ്റല്ലേ. അതെൻ്റെ ഡ്രീമാണ്. പക്ഷേങ്കിൽ നമ്മൾ എന്താ പറയുക, കാനഡയിൽ ഇവിടെ വന്നിട്ട് എന്തോ ഒരു ജോലി ഞാൻ ചെയ്യുന്നത്. ആമസോൺ ജോലി എൻ്റെ ഒരു ബന്ധവും ഇല്ല. ഈസി എടുക്കില്ല. ഇത് ഓണില്ല, മറ്റേത് ഓണുണ്ട്. അപ്പോൾ അതിനാച്ചാൽ എത്തിക്കില്ല, കാനഡയിൽ എത്തിക്കാനുള്ളൂ. കാനഡയിൽ എന്തോ ജോലിയല്ല ഇപ്പം ചെയ്യുന്നത്, പഠിച്ച ജോലി ഒന്നുമല്ലല്ലോ. പഠിച്ച ജോലി കിട്ടും ചെയ്യുമ്പോഴുള്ളൊരു തൃപ്തി വേറെ തന്നെയാണ്. പക്ഷെ എൻ്റെ ഫീൽഡിലുള്ള ലോജിസ്റ്റിക് തന്നെയാണ് ഈ ആമസോണ്. പക്ഷേ പോർട്ടിൽ എത്തിപ്പെട്ടിട്ടില്ലല്ലോ. പോർട്ടിൽ നടക്കുന്നത് ആമസോൺ നടക്കുന്നത് സംഭവം ഒന്ന് തന്നെയാണ്, ലോജിസ്റ്റിക് അല്ലേ. ആമസോണിൽ കൊടുത്തപ്പോൾ ഇങ്ങനെ PhD ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ? ഇല്ല, ഞാൻ ആമസോണിൽ വേറെ തന്നെ CV കൊടുത്തത്. ഏതുവരെ പഠിച്ചെന്നാണ് കേട്ടോ? അതിപ്പോൾ ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ്റെ ഖത്തറിലുള്ളൊരു CV ഉണ്ടായിരുന്നു. എനിക്ക് അഡീഷണൽ ആയിട്ട് കുറേ ഡിപ്ലോമകളുണ്ടായിരുന്നു. എനിക്ക് അത് ഞാൻ കാണിച്ചിട്ടില്ല CV-യിൽ. അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ 10ാം ക്ലാസ് കഴിഞ്ഞാൽ എനിക്ക് +2 എനിക്ക് അപ്ലൈ ചെയ്താൽ കിട്ടും. പക്ഷെ ഇവിടെ ബ്ലൂ ബാഡ്ജ് കിട്ടാൻ ഇവിടെ കുറച്ച് പണിയാണ്. പിന്നെ ബ്ലൂ ബാഡ്ജ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ മേലെ പല പോസ്റ്റുകളിലേക്കും പോവാം. സൈറ്റ് മാനേജർ, ഏരിയ മാനേജർ, അങ്ങനെ പല പോസ്റ്റുകളിലൊക്കെ ആയിട്ട്. എനിക്ക് 6 മാസം കൊണ്ട്, അർജുന് കഴിഞ്ഞ ആഴ്ച കിട്ടി. പിന്നെ പെർമനന്റ് ഗവൺമെന്റ് ജോലിയല്ല. അതിനെ കൊണ്ടൊന്നും കാര്യമില്ല. അവരെ മെയിൻ ലക്ഷ്യം എന്ന് വെച്ചാൽ
അവർക്ക് നമുക്കൊരു അത്യാവശ്യം നല്ല പണിക്കാരുണ്ടെങ്കിൽ അവരെ അവർ നമ്മളൊരു ഇതിലാവുക അത്ര തന്നെ മനസ്സിലായ. അതായത് അവർ ഒരിക്കലും ഇവിടുത്തെ പോവരുത്, അവരൊരു എനർജി ഒരു മോട്ടിവേഷൻ പോലെ ബ്ലൂ ബാഡ്ജ് ഒക്കെ കൊടുത്ത് സെറ്റാക്കിയാൽ ബാഡ്ജ് ഉണ്ടാവും തന്നെ അങ്ങനെ തൂക്കിയിട്ടിട്ടല്ല ജോലിക്ക് കയറും നമ്മൾ. വൈറ്റ് ബാഡ്ജ് ഉണ്ടാവും ആദ്യമുള്ളവർക്ക്, പിന്നെ ബ്ലൂ ആവും. ബ്ലൂ ആണ് എല്ലാം ഇപ്പം കിട്ടും, പിന്നെ വേറെ ബാഡ്ജ് ഇല്ല. പക്ഷെ പോഷൻ മാറുകയുള്ളൂ. നമ്മൾ ഇടുന്ന ജാക്കറ്റ് കൊടുത്ത ജേഴ്സി ഇല്ല, അതിൻ്റെ ബാക്ക് ലീഡർഷിപ്പ് ഏരിയ മാനേജർ എന്നൊക്കെ ഉള്ളത് വീടുള്ളൂ. അവിടെ ഈ സെക്കൻഡ് ഹാൻഡ് സംഗതി ഉണ്ടല്ലോ, അതെങ്ങനെയാ റീഫർബിഷ്ഡ് എന്ന് പറഞ്ഞിട്ട് ഓൺലൈനിൽ നോക്കല എങ്ങനെയാ സംഗതി? എന്ത് ഇപ്പോൾ നമ്മൾ ചില സെക്കൻഡ് ഹാൻഡ് ഇപ്പോൾ ആൾക്കാർ യൂസ് ചെയ്ത സംഗതി തിരിച്ചു കൊടുക്കൂലേ, അത് അവർ പിന്നീട് വില കുറച്ചിട്ടല്ലേ സെല്ല് ചെയ്യുക, അങ്ങനെ എന്തോ ഒരു ഇല്ല. അത് അവിടെ നിന്നൊക്കെ എന്തെങ്കിലും പ്രോഡക്റ്റ് ഒക്കെ ഡാമേജ് ഉണ്ട്, അവർ കമ്പനി നേരിട്ട് കൊണ്ടുപോകും. അവർ അതിൻ്റെ വേറെ തന്നെ ഇതുണ്ട്, അത് അവരും എടുക്കും. പിന്നെ അതൊന്ന് സെറ്റാക്കിയിട്ട് പിന്നെ റീപാക്ക് ആയിട്ട് വരും. ശരിക്കും പറഞ്ഞാൽ ആമസോണിൽ വലിയൊരു കടുപ്പുള്ള പണിയൊന്നും ഇല്ല. ഉള്ള നിലവിലുള്ള ഇവിടുത്തെ സിറ്റുവേഷൻ നോക്കുന്നതാണെങ്കിൽ വലിയ നമ്മളൊരു ഇടങ്ങാറാക്കുന്ന പണിയൊന്നും അവിടെ ഇല്ല. പിന്നെ ഇപ്പോൾ ഒരു സ്റ്റുഡൻ്റൊക്കെ വന്നാൽ അത്യാവശ്യം ഒരു പേയ്മെൻറ്റ് കിട്ടും, അവിടുന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റും. സിംഗിളായിട്ടൊക്കെ വന്നാൽ, ഫാമിലി ഒന്നും ഇല്ലാണ്ട് വന്നാൽ അത്യാവശ്യം പൈസ കയ്യിൽ വരും. അതെന്താ ഊബർ ചെയ്യുന്നത്? കാരണം അവന് ഊബർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവന് പെർമനന്റ് PR കിട്ടുമല്ലോ, ചെയ്യാൻ പറ്റില്ലല്ലോ. ഇല്ല, എന്തോ അങ്ങനെ ഊബറിലേക്ക് പോകുന്നത് പഠിച്ചു കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. ഇത് പഠിച്ചു കഴിഞ്ഞിട്ടല്ലേ. ഇപ്പോഴത്തെ ലീഗിൻ്റെ പിരിവണ്ടിട്ട് പൈസ കൊടുക്കാം. പക്ഷേ ഞാനിങ്ങനെ എനിക്ക് അറിയാണ്ട് കൊടുക്കൽ എനിക്ക് നല്ല ഇഷ്ടമാണ്. ഞാൻ കൊടുക്കും, നമ്മളൊരു നിയത്താക്കിയിട്ട്, നമ്മളൊരു കാര്യം നിയത്താക്കിയിട്ട് മനസ്സിൽ, അല്ലാണ്ട് അല്ല നമ്മുടെ മനസ്സിൽ നിയത്താക്കും. എന്തെങ്കിലും ഒരു അങ്ങനെയൊക്കെ ഞാൻ അങ്ങനെ കൊടുക്കും. അങ്ങനെ നിയത്താക്കിയിട്ടാണ് കൊടുത്തത്. അത് ലീഗിൻ്റെ എന്തായി നമ്മൾ മനസ്സ് നിയത്താക്കിയിട്ടില്ല കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഉമ്മാക്ക് ഒരാഴ്ച അയച്ചു കൊടുത്തേക്ക് ഞാൻ നിയത്താക്കിയിട്ട് കൊടുക്കാൻ വെച്ചത്. അപ്പോൾ അത് കൊടുത്തേക്ക് പള്ളിയിൽ കൊടുത്തേക്ക് ഫസ്റ്റ് സാലറിയിൽ ആമസോൺ കിട്ടിയ പാടെ ഞാൻ പള്ളിയിലൊരു പൈസ കൊടുത്തേക്ക്, നേരത്തെ പെട്ടിയിലിട്ടേക്ക് അങ്ങനെയൊക്കെ ഇടും. പക്ഷേല്ലോ ഇവർ ഇത് മുതലാക്കുന്ന കുറേ ആൾക്കാരുണ്ട്, ഇതെല്ലോ പറഞ്ഞിട്ട് ഇങ്ങനെ മെസ്സേജ് ആക്കുന്നത്. ഇപ്പോൾ ഞാൻ കേൾക്കുന്നില്ല മതി. പൈസേൻ്റെ കാര്യത്തില ഇതുവരെ നാട്ടിൽ നിന്നൊക്കെ ഞാൻ ഒരിക്കലും എനിക്ക് ഓർമ്മയുണ്ട്. നാട്ടിൽ എൻ്റെ ഒരു കാര്യത്തിന് ഒരു പേപ്പറിൻ്റെ കാര്യത്തിന് പോയിട്ട് ഇവർ അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്, മാലിന്യ സെക്രട്ടറി ഒക്കെ, ഒരു പേപ്പറിൻ്റെ കാര്യത്തിന് പോയിട്ട് അങ്ങനെ ചെയ്താൽ നിൽക്കില്ല. അതായത് അവർക്ക് പറ്റും വിചാരിച്ചാൽ, പക്ഷെ കുറച്ച് റിസ്ക് എടുക്കണം. ചില അവർക്ക് അങ്ങനെ ഒഴിവാക്കാനും പറ്റൂല. അതായത് എൻ്റെ ഉപ്പാൻ്റെ ഏട്ടനാണ് പിന്നെ പള്ളിയിലെ സെക്രട്ടറി പ്രസിഡന്റ്. അപ്പോൾ